മോണിമെന്റ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെന്റ് പ്ലേസുകളിലുള്ള ഇമ്പോർട്ടൻറ്റ് മോണിമെന്റ്സും അവയുടെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി നമുക്ക് ന്യൂഡൽഹിയിലുള്ള മോണിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, കുത്തബ് മീനാർ, ഹുമയൂൺസ് ടോംബ്, തുഗ്ലക്കാബാദ് ഫോർട്ട്, ലോട്ടസ് ടെമ്പിൾ, ജന്തർ മന്ദർ, രാഷ്ട്രപതി ഭവൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ന്യൂഡൽഹിയിലുള്ള മോണിമെന്റ്സ്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റ് എന്ന മോണിമെന്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അത് ബിൽഡിംഗ് ചെയ്തത് എന്നാണ്? 1931 ഇതെന്ന് പറയുന്നത് ഒരു വാർ മെമ്മോറിയൽ ആണ്. വേൾഡ് വാറിലും അഫ്ഗാൻ വാറിലും മരിച്ച ഇന്ത്യൻ സോൾജിയേഴ്സിനോടുള്ള ആദരസൂചകമായി നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്നുള്ളത് ഒരു വാർ മെമ്മോറിയൽ ആണെന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുക. ഇന്ത്യ ഗേറ്റിന്റെ ആർക്കിടെക്ട് സർ എഡ്വിൻ ലൂതൻസ്. ഹൈറ്റ് 42 meters. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഭരത്പൂർ റെഡ് സാൻഡ്സ്റ്റോൺ. ഇത് രാജസ്ഥാനിൽ നിന്നും കിട്ടുന്നതാണ്. ഈ റെഡിഷ് ബ്രൗൺ കളറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യ ഗേറ്റിനോട് അടുത്തുള്ള റോഡ് രാജ്പത്ത് റോഡ്. ഇതിനെ നമ്മളിപ്പോൾ എന്താ വിളിക്കുന്നത്? രാജ്പത്തിനെ കർത്തവ്യപഥ്. ഇതിന്റെ രാജ്പത്ത് എന്നുള്ള പേര് റീനെയിം ചെയ്ത് കർത്തവ്യപഥ് എന്നാക്കി മാറ്റി. എന്നാണത് ചേഞ്ച് ചെയ്തത്? സെപ്റ്റംബർ 8, 2022 ഈ പേര് റീനെയിം ചെയ്തത്. ഇനി ഇന്ത്യ ഗേറ്റിനോട് അടുത്തുള്ള റിവർ ഏതാണെന്ന് ചോദിച്ചാൽ യമുന റിവർ. അപ്പൊ ഇന്ത്യ ഗേറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്? ന്യൂഡൽഹിയിലെ. വർഷം 1931. ഇതൊരു വാർ മെമ്മോറിയൽ ആണ്. ഇന്ത്യൻ സോൾജിയേഴ്സിനോടുള്ള ആദരസൂചകമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വാർ മെമ്മോറിയൽ ആണ് ഇന്ത്യ ഗേറ്റ്. ആർക്കിടെക്ട് സർ എഡ്വിൻ ലൂതൻസ്. ഇതിന്റെ ഹൈറ്റ് 42 meters. മെറ്റീരിയൽ ഭരത്പൂർ റെഡ് സാൻഡ്സ്റ്റോൺ. ഇതിനോടടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള റോഡ് രാജ്പത്ത് റോഡ്, കർത്തവ്യപഥ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിവർ എന്ന് പറയുന്നത് യമുന റിവർ. ഇനി നമ്മൾ പറയുന്നത് റെഡ് ഫോർട്ടിനെ കുറിച്ചാണ്. റെഡ് ഫോർട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാൻ ആണ്. റെഡ് ഫോർട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ലഹോറി ഗേറ്റ് ആണ്. റെഡ് ഫോർട്ടിൽ നടക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഇവന്റ് ഇൻഡിപെൻഡൻസ് ഡേയിൽ പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച്. ഇൻഡിപെൻഡൻസ് ഡേയിൽ നടക്കുന്ന പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച് ആണ് റെഡ് ഫോർട്ടിൽ നടക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഇവന്റ്. റെഡ് ഫോർട്ടിന് അടുത്തുള്ള റിവർ എന്ന് പറയുന്നത് യമുനയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയി റെഡ് ഫോർട്ടിനെ പ്രഖ്യാപിച്ചത് 1983. ഇനി നമ്മൾ പറയുന്ന മോണിമെന്റ് കുത്തബ് മീനാർ ആണ്. കുത്തബ് മീനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. കുത്തബ് മീനാർ നിർമ്മിച്ചത് കുത്തബ്ദീൻ ഐബക്ക് ആണ്. ഏറ്റവും ഉയരം കൂടിയ ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ ടവർ ആണ് കുത്തബ് മീനാർ എന്ന് പറയുന്നത്. ഏറ്റവും ഉയരം കൂടിയ ബ്രിക്സ് ടവർ ആണ് കുത്തബ് മീനാർ എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈറ്റ് 72.5 meter ആണ്. കുത്തബ് മീനാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹി. ഇനി നമ്മൾ പറയുന്ന മോണിമെന്റ് ഹുമയൂൺസ് ടോംബ് ആണ്. ഹുമയൂൺസ് ടോംബ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഹുമയൂൺസ് ടോംബ് നിർമ്മിച്ചത് ബേഗ ബീഗം അല്ലെങ്കിൽ ഹാജി ബീഗം എന്നറിയപ്പെടുന്ന ഹുമയൂണിന്റെ വിഡോയാണ്. അതായത് അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ നിർമ്മിച്ചതാണ്. ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് മിറാഖ് മിർസ ഗിയാസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗാർഡൻ ടോംബ് ആണ് ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത്.
ഗാർഡൻ ടോംബ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ ഗാർഡനോട് കൂടിയ ശവകുടീരം. നെക്സ്റ്റ് മോണിമെന്റ് എന്ന് പറയുന്നത് തുഗ്ലക്കാബാദ് ഫോർട്ട്. ഇത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇത് നിർമ്മിച്ചത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഇത് മംഗോളിയന്മാരുടെ അറ്റാക്കിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി പറയുന്ന മോണിമെന്റ് ലോട്ടസ് ടെമ്പിൾ ആണ്. ഇതും എവിടെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇത് ഡിസൈൻ ചെയ്തത് ഫറിബോർസ് സബ ആണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് ബഹായ് കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇത് ഒരു റിലീജിയൻ ആണ്, അവരാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ലോട്ടസ് ടെമ്പിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലോട്ടസിന്റെ ഷേപ്പ് തന്നെയാണ്. ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പീസ്, യൂണിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി. അപ്പൊ ലോട്ടസ് ടെമ്പിളും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇനി പറയുന്ന മോണിമെന്റ് ജന്തർ മന്ദിർ. ഇത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ജന്തർ മന്ദിർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നിർമ്മിച്ചത് മഹാരാജ ജയ് സിംഗ് സെക്കൻഡ്. ജന്തർ മന്ദിർ എന്ന് പറയുന്നത് നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള് എന്നിവയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസ്ട്രോണമിക്കൽ സ്ഥാപനമാണ് ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റീസിലെ 5 ജന്തർ മന്ദിർ ഒബ്സർവേഷൻ കേന്ദ്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് ജയ്പൂർ ആണ്. ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയൊരു ഒബ്സർവേറ്ററി ആണ് രാജസ്ഥാനിലുള്ളത്. ഇത് 2010 യുനെസ്കോ അംഗീകരിച്ചത്. നെക്സ്റ്റ് ഡൽഹിയിലാണ്. നെക്സ്റ്റ് ഉജ്ജയിൻ മധ്യപ്രദേശ്. നെക്സ്റ്റ് വാരാണസി ഉത്തർപ്രദേശ്. നെക്സ്റ്റ് മധുരൈ ഉത്തർപ്രദേശ്. അപ്പോൾ എത്ര ജന്തർ മന്ദിർ ഒബ്സർവേറ്ററീസ് ആണുള്ളത്? 5 എണ്ണം. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ, വാരാണസി, മധുരൈ. ഇനി പറയുന്നത് രാഷ്ട്രപതി ഭവനെ കുറിച്ചാണ്. ഇത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് എഡ്വിൻ ലൂതൻസ്. രാഷ്ട്രപതി ഭവന്റെ മുമ്പത്തെ പേര് എന്ന് പറയുന്നത് വൈസ്രോയീസ് ഹൗസ്. വൈസ്രോയീസ് ഹൗസ്. ഈ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് ഒരു മോണിമെന്റ് മാത്രമല്ല, അത് എന്തുകൂടിയാണ്? പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് കൂടിയാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഭവനിൽ വന്ന ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി നമുക്ക് മുംബൈയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണിമെന്റ്സ് നോക്കാം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് അല്ലെങ്കിൽ വിക്ടോറിയ ടെർമിനസ്, എലിഫന്റ കേവ്സ്, കൻഹേരി കേവ്സ്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇനി പറയുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ അല്ലേ? ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ത്യ ഗേറ്റും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നമ്മൾ നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത്? കിങ് ജോർജ് 5ഉം ക്യൂൻ മേരിയും ഇന്ത്യയിലേക്ക് വന്നതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏത് വർഷത്തിലെ? 1911 അവർ ഇന്ത്യയിലേക്ക് വന്നതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഗേറ്റ് വേ നമ്മൾ കിങ് ജോർജ് 5ന്റെയും ക്യൂൻ മേരിയും ഇന്ത്യയിൽ വന്നതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ആർക്കിടെക്ട് ജോർജ് വിറ്റർ. ഇതിന്റെ ഹൈറ്റ് 26 മീറ്റേഴ്സ് ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് യെല്ലോ ബസാൾട്ട് ആണ്. അറേബ്യൻ സീയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്ര. ഇത് കിങ് ജോർജ് 5 ആൻഡ് ക്യൂൻ മേരി
ഇവിടെ ഇന്ത്യയിലേക്ക് വന്നതിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് അല്ലെങ്കിൽ വിക്ടോറിയ ടെർമിനസ് എന്ന മോണുമെന്റിനെ കുറിച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ തന്നെയാണ്. ഇത് നിർമ്മിച്ചത് 1887 ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഫ്രെഡറിക് വില്യം സ്റ്റീവൻസ് ആണ്. ഇതൊരു ഹിസ്റ്റോറിക് റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇത് യുനെസ്കോ അംഗീകരിച്ചത് 2004 ഇത് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. സെൻട്രൽ റെയിൽവേ സോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്ന് പറയുന്നത്. അപ്പൊ റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസും അല്ലെങ്കിൽ വിക്ടോറിയ ടെർമിനസും 2008 ഓസ്കാർ അവാർഡ് ലഭിച്ച സ്ലംഡോഗ് മില്യനയർ ഫിലിമും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഈ ഫിലിമിലെ പ്രധാന സീക്വൻസ് ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് വിക്ടോറിയ ടെർമിനസിൽ വെച്ചിട്ടാണ്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഈ സ്ലംഡോഗ് മില്യനയർ ഓസ്കാർ കിട്ടിയത് വർഷം 2008 അതും ഓർത്ത് വെക്കുക. ഇനി നമ്മൾ പറയുന്നത് എലിഫന്റ കേവ്സ് ആണ്. അതിന്റെ ലൊക്കേഷൻ മുംബൈ മഹാരാഷ്ട്ര തന്നെയാണ്. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ലോർഡ് ശിവയാണ്. പിന്നെ ഇതിന്റെ നെയിം എലിഫന്റ എന്നുള്ള നെയിം കൊടുത്തത് പോർച്ചുഗീസുകാരാണ്. യുനെസ്കോ ഹെറിറ്റേജ് ആയി പ്രഖ്യാപിച്ചത് 1987 ഇതിൽ യൂസ് ചെയ്തത് എന്താ പറയുക ബസാൾട്ട് റോക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പറയുന്ന മോണുമെന്റ് കൻഹേരി കേവ്സ് ആണ്. കൻഹേരി കേവ്സിന്റെ ലൊക്കേഷൻ മുംബൈ ആണ്. ഇത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് കൻഹേരി കേവ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റോക്ക് ബസാൾട്ട് ആണ്. അപ്പോൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് ഏതുള്ളത്? കൻഹേരി കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെയാണ്? മുംബൈയിലാണ്. ഇനി നമ്മൾ കൊൽക്കത്തയിലുള്ള മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വിക്ടോറിയ മെമ്മോറിയൽ. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ് അല്ലേ? ആരുടെ ആദരസൂചകമായിട്ടാണ്? ക്വീൻ വിക്ടോറിയയ്ക്ക് ആദരസൂചകമായിട്ട് നിർമ്മിച്ചതാണ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൗറ ബ്രിഡ്ജ്. ഇതൊരു കാന്റിലിവർ ബ്രിഡ്ജ് ആണ്. അതായത് ഇത് ഹൗറാഹിനെയും കൊൽക്കത്തേനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ, ഹുഗ്ലി നദിക്ക് മീതെ ഇവയെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർമ്മിച്ച ഒരു ബ്രിഡ്ജ് ആണ് എന്ന് പറയുന്നത് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബേലൂർ മഠ്. ഇത് കൊൽക്കത്തയിലുള്ളതാണ്. ഇത് കണ്ടുപിടിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ബേലൂർ മഠ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ആഗ്രയിലുള്ള മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ താജ്മഹൽ. താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാൻ ആണ് അല്ലെ? ആരുടെ മെമ്മറിക്കായിട്ടാ? മുംതാസ് മഹൽ, അദ്ദേഹത്തിന്റെ ഭാര്യയായ മുംതാസ് മഹലിന്റെ മെമ്മറിക്കായിട്ടാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത്. ഇതിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലഹോരിയാണ്. ഇത് യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ചത് 1983 നെക്സ്റ്റ് ഫത്തേപൂർ സിക്രി. ഇതും എവിടെയാണ്? ആഗ്ര, ഉത്തർപ്രദേശ്. ഇത് നിർമ്മിച്ചതും ആരാണ്? അക്ബർ ആണ്. ഇത് യുനെസ്കോ അംഗീകരിച്ചത് 1986 ഇത് സൂഫി സെയിന്റ് സലീം ക്രിസ്റ്റിയുടെ ആദരസൂചകമായി നിർമ്മിച്ചതാണ് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ബുലന്ദ് ദർവാസയാണ്. ഇത് ഫത്തേപൂർ സിക്രിയുടെ ഗേറ്റ് വേ ആണ്. അപ്പോൾ ഫത്തേപൂർ സിക്രിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബുലന്ദ് ദർവാസയാണ്. ഇനി നമ്മൾ പറയുന്നത് ഔറംഗാബാദിലെ മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഔറംഗാബാദ് എവിടെയാണ്? മഹാരാഷ്ട്ര. ഔറംഗാബാദിലെ മോണുമെന്റ്സിൽ ഫസ്റ്റ് വരുന്നത് അജന്ത എല്ലോറ കേവ്സ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം അജന്ത കേവ്സിനെ കുറിച്ച് പറയാം. അജന്ത കേവ് എന്ന് പറയുന്നത് ബുദ്ധിസത്തോട് റിലേറ്റഡ് ആണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് സതവാഹന ഡൈനാസ്റ്റി, വാഗതാഗ ഡൈനാസ്റ്റി ഇതിന്റെ രണ്ടിന്റെയും കാലയളവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അജന്ത കേവ് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി പറയുന്നത് എല്ലോറ കേവിനെ കുറിച്ചിട്ടാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഹിന്ദുസം, ബുദ്ധിസം, ജൈനിസം എന്നിവയൊക്കെയാണ്. അപ്പോൾ ഹിന്ദുസം, ബുദ്ധിസം, ജൈനിസം ഇവയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എല്ലോറ കേവ് എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാലചുരി ഡൈനാസ്റ്റി, രാഷ്ട്രകൂത ഡൈനാസ്റ്റി, യാദവ ഡൈനാസ്റ്റി കാലഘട്ടത്തിലാണ്. അതായത് ഇപ്പോൾ ഹിന്ദുസം കാലചുരി, ബുദ്ധിസം രാഷ്ട്രകൂത, ജൈനിസം യാദവ, അങ്ങനെ അങ്ങനെ 3 ഇതായിട്ട്. അപ്പൊ അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതില് രാഷ്ട്രകൂത ഡൈനാസ്റ്റി ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രകൂതയുടെ മുമ്പത്തെ ക്യാപിറ്റലാണ് എല്ലോറ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മാന്യഖേദ. ഇപ്പോഴത്തെ രാഷ്ട്രകൂതയുടെ ക്യാപിറ്റലാണ് മാന്യഖേദ, അല്ലെങ്കിൽ രാഷ്ട്രകൂതയുടെ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ മാന്യഖേദ. മുമ്പത്തെ ക്യാപിറ്റൽ, ഏർലി ക്യാപിറ്റൽ ഓഫ് രാഷ്ട്രകൂത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലോറ. പിന്നെ റോക്ക് ടെമ്പിളായ കൈലാസ ടെമ്പിൾ എവിടെയാണ്? എല്ലോറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഹൈദരാബാദിലുള്ള മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർമിനാർ. ചാർമിനാർ ആരാണ് നിർമ്മിച്ചത്? മുഹമ്മദ് കുലി കുത്തബ് സാഹ്. ഇതിന്റെ മീനിങ് എന്താണ്? ചാർമിനാറിന്റെ മീനിങ് 4 ടവേഴ്സ് എന്നാണ്. ഇത് ചാർമിനാർ എന്ന് പറയുന്നത് ചാർമിനാറിനോട് അടുത്തുള്ള ഒരു ഫേമസ് മാർക്കറ്റ് ആണ് ലാഡ് ബസാർ എന്ന് പറയുന്നത്. ഇത് ഈ ഓർണമെന്റ്സിന്, ജ്വല്ലറികൾക്കൊക്കെ വളരെ ഫേമസ്, വള അങ്ങനെയുള്ള ജ്വല്ലറികൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബസാറാണ് ഈ ലാഡ് ബസാർ എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചാർമിനാറിനോട് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ചാർമിനാർ ഏത് റിവറിന്റെ തീരത്താണ്? മുസി റിവറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് കാകതീയ ഡൈനാസ്റ്റിയാണ്. കാകതീയ ഡൈനാസ്റ്റി. ഗോൽക്കൊണ്ട ഫോർട്ട് എന്തിന് ഫേമസ് ആണ്? കോഹിനൂർ ഡയമണ്ടിനൊക്കെ ഫേമസ് ആണ് ഗോൽക്കൊണ്ട ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് അമൃതസറിലെ മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ എവിടെയാണ്? അമൃതസർ, പഞ്ചാബ്. ഗോൾഡൻ ടെമ്പിൾ നിർമ്മിച്ചത് ഗുരു അർജുൻ ദേവ് ജി. ഈ ഗോൾഡൻ ടെമ്പിളിനെ നമ്മൾ അറിയപ്പെടുന്ന വേറെ പേരുകളാണ് എന്ത്? ഹർമന്ദിർ സാഹിബ് ഓർ ശ്രീ ദർബാർ സാഹിബ്. പിന്നെ ഈ ഗോൾഡൻ ടെമ്പിളിലുള്ള ഹോളി ടാങ്ക് ആണ് എന്ത് പറയുന്നത്? അമൃത് സരോവർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ജാലിയൻ വാലാബാഗ്. അതും എവിടെയാണ്? അമൃതസർ, പഞ്ചാബ്. ഇത് ഈ നിർമ്മിച്ചത് ജാലിയൻ വാലാബാഗ് നിർമ്മിച്ചത് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടായില്ലേ, അതായത് അതിന്റെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് 1919 ഉണ്ടായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ജാലിയൻ വാലാബാഗ് നിർമ്മിച്ചത്. ഇത് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു? റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അല്ലെ. ആ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു? ജനറൽ റെജിനാൾഡ് ഡയർ ആയിരുന്നു അല്ലെ. അപ്പൊ ഈ കൂട്ടക്കൊലയ്ക്കൊക്കെ എതിരെ ഗാന്ധിജി എന്ത് നടത്തി? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നടത്തി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പൊ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അപ്പൊ അതും എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? അമൃതസർ, പഞ്ചാബ്. ഇനി പറയുന്നത് ഒഡീഷയിലെ മോണുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അവിടുത്തെ ഫേമസ് ആയ ഒരു മോണുമെന്റ് ആണ് എന്ത്? കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? ബ്ലാക്ക് പഗോഡ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ കൊണാർക്ക് സൺ ടെമ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക് പഗോഡ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് പുരി, ഒഡീഷ. ഇനി ഇത് നിർമ്മിച്ചത് ആരാണ്? നരസിംഹദേവ വൺ. നരസിംഹദേവ വൺ ആണ് ഇത് നിർമ്മിച്ചത്. ഈ കൊണാർക്ക് സൺ ടെമ്പിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ചാരിയറ്റിന്റെ ഷേപ്പ് ആണ്. അതായത് ഇതിന് 12 വീൽസും 7 ഹോഴ്സസും ഉണ്ട്. ചാരിയറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ഹോഴ്സ് വലിക്കണ ചക്രത്തോട് കൂടിയിട്ടുള്ള വണ്ടി അല്ലെ, അതാണ് ചാരിയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചാരിയറ്റിന്റെ ഷേപ്പ് ആണ്. ഇതിന് 12 പെയർസ് ഓഫ് ഈ സ്റ്റോണിന്റെ വീൽസ് ഉണ്ടായിരിക്കും, 7 ഹോഴ്സസ് ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മോണുമെന്റ്സും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അവയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.